യെസ്, ഞാനിപ്പോൾ പ്രേക്ഷകരോട് ചോദിച്ച സംഭവം തന്നെ, അല്ലെങ്കിൽ സിബിനോട് ചോദിച്ച സംഭവം തന്നെ. ഇറ്റ്സ് എ കോർപ്പറേറ്റ് ജെയിൻറ്റ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്യുവർലി ബിസിനസ്സാണ്. ഇറ്റ്സ് എ പ്യുവർ, എന്താ പറയുക, ജെയിൻ കോർപ്പറേറ്റ് ടീമാണ്. മുട്ടി നിൽക്കാന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ഇതിനകത്ത് ഇന്റർവ്യൂർ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് കേരളത്തിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ മറ്റേ ഗ്രീഷ്മ കേസിന്റെ കാര്യം കേട്ടിട്ടില്ലേ? ആദ്യം കേരളത്തിൽ കൊടുക്കുന്നു, പിന്നെ കൊടുക്കാൻ പറ്റില്ല, അത് തമിഴ്നാട്ടിൽ കൊടുക്കണം പറയുന്നു. തമിഴ്നാട്ടിൽ കൊടുത്തേമ്പോൾ തമിഴ്നാട്ടിൽ കൊടുത്ത മൂല മാറിപ്പോയി എന്ന് പറയുന്നു. ആ മൂല മാറി കൊടുത്തോണ്ട് തന്നെ ആ കൊച്ചിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നു. ടോപ്പിക് അതല്ല, ടോപ്പിക് ബിഗ് ബോസ് ആണ്. അപ്പം ഭീഷണി കോൾസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേ ബി ചാനലിനെതിരെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ചാനലിനെ വെറുപ്പിച്ച് മുന്നോട്ട് പോവാന്ന് പറയുന്നത് ഒരു എന്റർടൈനർ, ആസ് എ ആങ്കർ, ആസ് എ ന്യൂസ് റീഡർ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു അറഞ്ചം കുറഞ്ഞ പണിയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഒരു IT കമ്പനിയിൽ നമ്മൾ എന്തെങ്കിലും വള്ളി കാണിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 24 hours ഓൾമോസ്റ്റ് എല്ലാ IT കമ്പനിയിലോട്ടും നമ്മളെ പറ്റിയിട്ടില്ല, നമ്മൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതിൻ്റെ മെയിൽ പോയിട്ടുണ്ടാവും. പിന്നെ IT കമ്പനിയുടെ പടിവാതിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതേപോലത്തെ പറഞ്ഞാൽ നമുക്ക് പറ്റിപ്പോയതാണ്. ഒരു ജെയിൻഡ് ആയിട്ടുള്ള അവരായിട്ട് മുട്ടി നിൽക്കാൻ പറ്റില്ല. അത് സിബിൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു എന്നിട്ടും സിബിൻ പുറത്തിറങ്ങി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഭീഷണി കോൾ വരുന്നു, അമ്മയ്ക്കൊക്കെ കോൾ വരുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ അവർക്കറിയില്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. വന്ന നമ്പറിൽ എന്തോ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു തരത്തിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഷോയിൽ ആ വ്യക്തിക്ക് അനുഭവിച്ച ഒരു സംഭവത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ വ്യക്തിയെയും, സൈബർ ബുള്ളിങ് വേറെ, ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബക്കാർക്കും ഭീഷണി കോൾസ് വരിക, പ്രശ്നങ്ങൾ വരിക, ഒരു ട്രബിളിലാവാന്ന് പറയുമ്പോൾ ഇനി മുൻ ബിഗ് ബോസിലോട്ട് പോവാനായിട്ട് ആൾക്കാർക്ക് കോൾ വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചിന്തിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് കമന്റ് ചെയ്യുക എന്താണ് അഭിപ്രായം എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവം ഒന്നും വേണ്ട. ഒരു സൈബർ ബുള്ളിങ്ങിന്റെ കേസ് കൊടുക്കണമെങ്കിൽ തന്നെ അവിടെ പോയിട്ട് ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഷോയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം എനിക്കും അറിയാം. സിബിനും ഇപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ലോയേ ഉള്ളൂ. അപ്പോൾ അവരൊരു ജെയിൻഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനിയാണ്. ചേട്ടാ എനിക്കത് ഉദ്ദേശം മാതിരി എനിക്കത് മുട്ടി നിൽക്കാൻ പറ്റില്ല, വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ, അപ്പൊ ഈ ഇന്റർവ്യൂവിൽ പോലും സംസാരിച്ചപ്പോഴും സ്റ്റിൽ സിബിൻ അത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായാലും ഇപ്പോൾ ഒറ്റയടിക്ക് എന്താണ് സൊല്യൂഷൻ ചോദിച്ചാൽ ഒന്നും മിണ്ടണ്ട, ആ ഷോയ്ക്ക് പോയി ഇറങ്ങി അടുത്ത പണി നോക്കി പോവുക, അതേ ഉള്ളൂ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പറയേണ്ട അവസ്ഥയിലേക്കായിരിക്കുന്നു നമ്മുടെ സൊസൈറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ മേ ബി എനിക്ക് ഈ ഇന്റർവ്യൂ ഇത് കഴിയുമ്പോഴേക്ക് എനിക്ക് ഏഷ്യനായിട്ട് നിന്ന് കോൾ വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ ആസ് എ റിവ്യൂവർ ആണ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത്. പ്യുവർലി റിയാക്ഷൻ വീഡിയോ. കാരണം സിബിൻ പറഞ്ഞ സംഭവത്തിന് ഞാൻ യോജിക്കുന്നുണ്ട്. കേസ് കൊടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ ഒപ്പം തന്നെ ഇറ്റ്സ് എ ജെയിൻറ്റ് കോപ്പറേറ്റീവ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കണക്ഷൻസ് ആണ് ബിഗ് ബോസ് അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാര്യങ്ങൾ ഇറങ്ങി ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ടും സിബിൻ്റെ പരമാവധി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സിബിൻ അനുഭവിക്കുന്നുമുണ്ട്. അപ്പം നോക്കാം. എന്തായാലും എന്തെങ്കിലും ഒരു കശി തീർമ്പോൾ എവിടെയെങ്കിലൊക്കെ വരാതെ ഇരിക്കില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും തോന്നുന്നു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടൊന്നും കൊടുക്കാത്തതൊക്കെ. ഇതിൻ്റെ ഇണ്ടിപ്പ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇത്രയും പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ.